ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് മെഡ്ജുഗോറി മാതാവിനെ കുറിച്ചാണ്. യൂറോപ്പിലെ ബൊസ്നിയ ഹെർസഗോവിന എന്ന രാജ്യത്തിലെ ഒരു കൊച്ചു ഗ്രാമമാണ് മെഡ്ജുഗോറി. മെഡ്ജുഗോറി എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് മലകൾക്കിടയിൽ എന്നാണ്. ക്രോസ് മൗണ്ടൻ, അപ്പാരിഷൻ ഹിൽ എന്നീ രണ്ട് മലകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. 1981 ജൂൺ 24 അപ്പാരിഷൻ മലയിൽ വെച്ച് ഇവാൻക, ജാക്കോബ്, മരിജ, മിർജാന, പിക്ക എന്നീ 6 കുട്ടികൾക്കാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. തൂവെള്ള വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ ഒന്നും സംസാരിച്ചില്ല. എങ്കിലും അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. പരിശുദ്ധ അമ്മ ആണ് അതെന്നറിഞ്ഞിട്ടും അടുത്തേക്ക് വരാൻ കുട്ടികൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. പിന്നീട് പല പ്രാവശ്യം മാതാവ് ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടു. സമാധാനത്തിന്റെ സന്ദേശങ്ങൾ ഇവർക്ക് നൽകിയിരുന്നു. ദൈവം ഒരു യാഥാർത്ഥ്യമാണെന്ന് ലോകത്തെ പഠിപ്പിക്കാനും മനുഷ്യജീവിതത്തെ ഹൃദയപരിവർത്തനത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും പ്രിയപുത്രനായ യേശു വഴി ദൈവത്തിലേക്ക് പുനർകേന്ദ്രീകരിക്കുന്നതിനു വേണ്ടിയാണ് പല പ്രാവശ്യവും മാതാവ് ലോകത്തിനെ ഈ കുട്ടികളിലൂടെ അറിയിച്ചത്. കമ്മ്യൂണിസ്റ്റിന്റെ നാളുകളിൽ പോലീസ് അപ്പാരിഷൻ ഹിൽ ഏറ്റെടുക്കുകയും ഇവിടെ വരുന്നവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ പരിശുദ്ധ അമ്മ വലിയ അത്ഭുതങ്ങൾ ഗ്രാമത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സാത്താനെതിരെ പോരാടാൻ മെഡ്ജുഗോറിയിലെ അമ്മ പറഞ്ഞു തരുന്ന 5 ആയുധങ്ങളുണ്ട്: പ്രാർത്ഥന, ദൈവവചനം, വിശുദ്ധ കുർബാന, കുമ്പസാരം, ഉപവാസം. ദൈവത്തോട് ഒരു സുഹൃത്തിനെ പോലെ സംസാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഭക്തിയോടെ ജപമാല ചൊല്ലി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്ന് അമ്മ ആഹ്വാനം ചെയ്യുന്നു. അനുദിനം രാവിലെ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും മാസത്തിലൊരിക്കലെങ്കിലും അനുതാപത്തോടെ ഒരുങ്ങി കുമ്പസാരിക്കുകയും പാപികളുടെ മാനസാന്തരത്തിനായി എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഉപവസിക്കുന്നതും വഴി സാത്താന്റെ കുടിലതന്ത്രങ്ങളെ ചെറുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. അമ്മ നിർദ്ദേശിച്ച 5 മാർഗങ്ങളിലൂടെ പിശാചിനെതിരെ നമുക്ക് പൊരുതാം. പരിശുദ്ധ അമ്മേ, പ്രാർത്ഥന, ദൈവവചനം, വിശുദ്ധ കുർബാന, കുമ്പസാരം, ഉപവാസം എന്നീ 5 കാര്യങ്ങൾ ജീവിതത്തിൽ ആയുധങ്ങളാക്കി മാറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.